വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതേപോലെ രാവിലെ 5:30 കഴിഞ്ഞപ്പോൾ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ടേ. അങ്കുവിൻ്റെ സ്കൂൾ ടൈം 7 മണിക്ക് തന്നെ വണ്ടി വരും. അതിന് മുന്നേ തട്ടിക്കൂട്ടി കൊടുക്കണം. ഞായറാഴ്ചകളിലും സെക്കൻഡ് സാറ്റർഡേയും പിന്നെ എന്തെങ്കിലും പബ്ലിക് ഹോളിഡേ ഉണ്ടെങ്കിലൊക്കെ ഉള്ളൂ സ്കൂൾ അവധി. ബാക്കി എല്ലാ ദിവസവും നമ്മുടെ പതിവ് പരിപാടികൾ തന്നെ. രാവിലെ വന്നിടനെ പാല് കാച്ചലും ടിഫിൻ ബോക്സ് ഉണ്ടാക്കലും ഒക്കെ തന്നെ. അപ്പം ഇന്ന് നമ്മൾ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഈസി കുക്കർ പാസ്റ്റയാട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അച്ഛനും മോനും കൂർക്കം വലിച്ചിറങ്ങുകയാണ്. 6:30 അങ്കുവിനെ കുത്തിപ്പൊക്കണം. പിന്നൊരു പെടപ്പാണ്, എങ്കിലും കുറച്ചും കൂടെ കുഞ്ഞുറങ്ങട്ടെ എന്ന് വിചാരിച്ചേ. രാക്കയും അപ്പോഴത്തേക്കേ എഴുന്നേക്കത്തുള്ളൂ. രാക്കയും ലേറ്റായിട്ടാണ് കിടക്കുന്നത്. ഞാൻ 9:30 തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തുളസിത്തറയൊക്കെ വന്നൊന്ന് നോക്കി. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. ഇന്ന് വലിയ മഴയില്ലെന്ന് തോന്നുന്നു. ഇന്നലെ വരെ മഴയുണ്ടായിരുന്നു. ഇന്നത്തെ കാലാവസ്ഥ കണ്ടിട്ട് മഴയില്ലെന്ന് തോന്നുന്നു. കാരണം സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ പാസ്തയ്ക്കായിട്ട് കുക്കർ വെച്ചു, എണ്ണ ഒഴിച്ചു, ജീരകം പൊട്ടിച്ചു. ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു വലിയ തക്കാളി പാസ്തയ്ക്ക് നല്ല ടേസ്റ്റ് ആകും. ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർ 1-2 തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഫ്യൂസിലി പാസ്ത എടുത്ത് വെച്ചേക്കുന്നത്. 3 ടൈപ്പ് മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന പാസ്തകളെന്ന് വെച്ചാൽ ഒന്ന് ഇത് ഫ്യൂസിലിയാണ്. പിന്നെ ഒരു മക്രോണി എന്ന് പറയുന്ന പാസ്ത കിട്ടും, പെന്നെ പാസ്ത കിട്ടും. ഇത് 3 കോമൺ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മുടെ ചെറുമാജിയുടെ കടയിൽ നിന്ന് ഫ്യൂസിലി ആയിരുന്നു. അപ്പോൾ നമ്മുടെ വഴണ്ട് വന്ന് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി മുളകുപൊടി മാത്രം ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി പച്ചമണം കെടുത്തിട്ട് നമ്മുടെ ഫ്യൂസിലി പാസ്ത അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കാണിച്ചതാണ് സംഭവം. വേറെ വെള്ളത്തിൽ കുതുക്കുകയോ വേവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ആണെങ്കിൽ ടൊമാറ്റോ സോസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചില്ലി ഗാർലിക് ചട്നി ഉണ്ടായിരുന്നു, അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് സ്പൈസ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഹെർബ്സ് ഒറിഗാനോയോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ പാസ്ത മിക്സിൻ്റെ ഈ ഒറിഗാനോ തന്നെയാണ് അതിനകത്തും ഉള്ളത്. അതും കൂടി ഇട്ടൊരു ഫ്ലേവറിന് അത് വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഈ സോസും ഇതൊക്കെ വെറുതെ സിമ്പിൾ മഞ്ഞപ്പൊടി മുളകുപൊടി ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയാലും മതി. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1 കപ്പ് പാസ്തയാണെങ്കിൽ 2 കപ്പ് വെള്ളം, അതായിരിക്കും കണക്ക്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കൊടുത്ത് ആവി മാറി തുറന്നു നോക്കി. കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തുറന്ന് വറ്റിക്കാം. വെള്ളം ഇല്ലെങ്കിലാണ് അടുക്കി പിടിച്ചാൽ അത് കറക്റ്റായിട്ട് വേഗത്തില്ല, വേറൊരു ടേസ്റ്റ് ആയിരിക്കും പാസ്തയ്ക്ക്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ, ഒരുപാടാകരുത്. ഏകദേശം നമ്മൾ ഈ റൈസൊക്കെ വെക്കുന്ന പോലെ ഞാൻ പറഞ്ഞില്ല, 1 കപ്പ് പാസ്തയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഈ ഒരു പരുവാണ് എനിക്കിഷ്ടം. ആ രീതിയിൽ ഞാൻ ടിഫിനിലോട്ട് ഇട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഈ കാണിക്കുന്ന പടപടേന്ന് ചെയ്യാൻ പറ്റുന്നൊരു പാസ്തയായത്. കുഞ്ഞുങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടുകയും ചെയ്യാമല്ലോ. എപ്പോഴും ദോശ ഇഡ്ഡലിയും. പിന്നെ ചോറ് കൊണ്ടുപോകാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തി, അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സാൻഡ്വിച്ചോ പാസ്തയോ ഒക്കെ പിള്ളേർക്ക് ഹാപ്പി ആവുമല്ലോ. അപ്പം നമുക്ക് ഇന്ന് ഞാനൊരു സൂപ്പർ സ്നാക്ക് കാണിച്ചു തരാം. എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പുറത്ത് പോയി ഒന്ന് ചുറ്റിയിട്ട് വരാം. അപ്പം ടിഫിനൊക്കെ റെഡിയാക്കി. ഇന്നലെ എനിക്ക് തോന്നുന്നു കിടക്കാൻ നേരം ഒന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു. നല്ല ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു. ഇന്ന് സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ തുണിയൊക്കെ ഇന്ന് കഴുകിയിട്ട് ഉണക്കി എടുക്കാമെന്ന് വിശ്വസിക്കുന്നു. പുറത്ത് എന്തായാലും ഒരു പ്രത്യേക മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രകൃതിയുടെ ഒരു മണമുണ്ടല്ലോ. ആരെയും കാണുന്നില്ല രാവിലെ. എന്തായാലും ഞാനവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അകത്ത് കയറാമെന്ന് വെച്ചു. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ പുറത്ത് വന്ന് ഇതൊക്കെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിനൊരു ഭയങ്കര രാവിലെ പ്രത്യേകിച്ച് ഒരു സന്തോഷം കിട്ടുക. അതുകൊണ്ടാണ് കൂളായിട്ട് പോവുകയും ചെയ്യും. തലയ്ക്ക് മുകളിലുള്ള ലൈറ്റ് അതിന് ഒരു വിധി ലൂസായെന്ന് തോന്നുന്നു. അതിങ്ങനെ കത്തും മണിയും. അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോകാം. അങ്കു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ അവനെ 7 മണിക്ക് ഞാൻ പറഞ്ഞില്ല വണ്ടി വരും, അപ്പോഴത്തേക്ക് റെഡി ആവണം. നമ്മുടെ വേസ്റ്റൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്നാക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമ്മുടെ പഴം വെച്ചിട്ടാണ്. എപ്പോഴും ഞാൻ പഴം വെച്ചിട്ട് കേക്കോ അല്ലെങ്കിൽ പുഡിങ് സ്റ്റീം ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെയല്ലേ കാണിക്കുന്നത്. ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിലൊന്ന് ചെയ്തു തരാം. എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം തന്നെയാണ്, എങ്കിലും എൻ്റേതായ ഒരു പൊടിക്കൈ ഞാൻ പ്രയോഗിച്ച് അത് സക്സസ് ആയൊരു സംഭവം കേട്ടോ. ഈ സ്നാക്ക് നമ്മുടെ നാട്ടിൽ 2-3 പേരുകളിൽ അറിയപ്പെടും. പല സ്ഥലങ്ങളിലും പല പേരുകളാണ്. അപ്പോൾ ഒരു നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു. അല്ലാതെ ഫ്രഷ് ആയിട്ട് ഞാൻ വാങ്ങിച്ച പഴം ഇന്ന് വന്നതിനകത്തുനിന്ന് ഒരെണ്ണം കൂടെ, അങ്ങനെ 2 പഴം, നല്ല പഴുത്ത പഴവും സാധാരണ പഴുത്തൊരു പഴവും കൂടെ കൈ വെച്ച് നന്നായിട്ട് അങ്ങ് ഞെകിടി. അതാണല്ലോ നാടൻ എന്ന് പറയുന്നത്. അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് ശർക്കരപ്പൊടിയും കുറച്ച് ഫ്ലേവറിന് ഏലക്കായ ഇട്ട് കൊടുത്ത് വീണ്ടും കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ പൊടിക്കൈയായിട്ട് എന്താ വെച്ചാൽ ഈസ്റ്റാണ്, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. എൻ്റെ ശർക്കരപ്പൊടിക്ക് ഉപ്പില്ലാത്തതുകൊണ്ട് അതും ആവശ്യത്തിന് കുറച്ച് പാലും കൂടെ ചേർത്ത് ഈ രീതിയിൽ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് ഏകദേശം ഓൾമോസ്റ്റ് ആൾക്കാർക്ക് മനസ്സിലായി കാണും. ചില സ്ഥലങ്ങളിൽ ഉണ്ടംപൊരി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ഗുണ്ട് എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ പഴക്കേക്ക് എന്ന് പറയും. നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ്, ഇത് മസ്റ്റാണ് നമ്മുടെ ആ ഡോയിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അമൗണ്ട് ഇവിടെ കിട്ടുന്ന ദസികയാണ്, അത് ചേർത്ത് ഏത് നെയ്യായാലും നെയ്യ് തന്നെ മസ്റ്റ് കേട്ടോ.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ രീതിയിലാക്കി ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം. 10 മിനിറ്റ് മതി. അങ്ങനെ ഒരുപാട് നമ്മൾ എന്താ പറയുക ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന റൈസ് ചെയ്യുന്ന രീതിയിലൊന്നും ഹിസ്റ്റ് വെക്കേണ്ട കാര്യമില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് ആ മാവ് എന്താ പറയുക ഒന്ന് ഡോ ഒന്ന് സെറ്റ് ചെയ്യാനൊരു ടൈം കൊടുക്കാം. നമ്മൾ ചപ്പാത്തി ആയാലും മാവ് ഒരു 10 മിനിറ്റ് ഒന്ന് കുഴച്ച് വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആവട്ടെ, അതെല്ലാം കൂടെ ഒന്ന് പിടിച്ചിട്ട്. എണ്ണതേ നമ്മൾ പൊരിച്ചെടുക്കുക, വറുത്തെടുക്കുക. ഇടയ്ക്കൊക്കെ വറുത്തൊക്കെ കഴിക്കാം കേട്ടോ. നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ധൈര്യം ഒരെണ്ണമെങ്കിലും കഴിക്കുന്ന വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ദേ നന്നായിട്ട് പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുട്ടി ഇടാം. ഇത് സോഡാപ്പൊടിയെക്കാട്ടിയും നല്ലതാട്ടോ. ഇതിലൊട്ടും എണ്ണ കുടിക്കത്തുമില്ല. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് അകമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. സത്യം കേട്ടോ, ഒട്ടും എണ്ണ കുടിക്കുന്നില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എണ്ണ നിങ്ങൾ കണ്ടല്ലോ, ഇനി ലാസ്റ്റ് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. അത് ഉരുട്ടി ജസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാനും. ആദ്യം നല്ല ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കി ഇത് ഇട്ട് കൊടുത്തിട്ട് തീ അങ്ങ് കുറച്ച് വെക്കുക. പിന്നെ കൂട്ടേ ചെയ്യരുത്. കണ്ടോ, ആദ്യം ഒരെണ്ണം നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ബാലൻസ് ആവും ആ ചൂട്. ഇനി തീ കൂട്ടേ ചെയ്യരുത് കേട്ടോ. ഇതിനകത്ത് തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടിയിടാം. കാരണം അപ്പോഴത്തേക്കും നമ്മുടെ ആ ചൂടൊന്ന് ബാലൻസ് ആവും. കാരണം ഇതിന്റെ ഈ ഒരു ഉണ്ടംപൊരി അല്ലെങ്കിൽ ഗുണ്ട് അല്ലെങ്കിൽ പഴക്കേക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാലേ പുറം നല്ലതായിട്ട് പെട്ടെന്ന് ചുമന്ന് വരും, അകത്തോട്ട് വേഗം പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം നമ്മളിത് ആദ്യം ഇട്ട് കൊടുത്തത് മെല്ലെ അതാദ്യം എടുത്തിട്ട് ബാക്കി ഓരോന്ന് ഇങ്ങനെ ഉരുട്ടി അങ്ങനെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാം. അകം വേഗം ഉറപ്പാണ്. നല്ല സൂപ്പറായിട്ട് എനിക്ക് വെന്ത് കിട്ടി. നല്ല സൂപ്പർ സോഫ്റ്റാണ്. എണ്ണയും കുടിച്ചിട്ടില്ല. നല്ലതാണ്. സോഡാപ്പൊടിയേ ഇടേണ്ട. ഈസ്റ്റാണ്. ഈസ്റ്റ് ശരിക്കും എഡിബിൾ ഈസ്റ്റ് നമുക്ക് വയറിന് നല്ല ഗട്ട് ഹെൽത്ത് തരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാനത് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, നല്ല ഉണ്ടംപൊരിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഗുണ്ട, രാക്കയെ പറഞ്ഞു രാക്കയുടെ നാട്ടിലോട്ടും അങ്ങനെ തന്നെ പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ടംപൊരിയെന്നും പഴക്കേക്കെന്നൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ അതിനെ നിങ്ങൾ ഈ പേരിട്ട് വിളിച്ചോളൂ. അപ്പോൾ അടുത്ത സെറ്റ് എനിക്ക് മൊത്തത്തിൽ ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, 5 എണ്ണം ഒരുമിച്ച്. തീയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞിട്ട് എല്ലാം മാറ്റിയിട്ട് തീ കൂട്ടി എണ്ണ വീണ്ടും ചൂടാക്കി കുറച്ച് കൊടുത്തിട്ട് വേണം ഓരോന്ന് ഇട്ടിട്ട് ഇളക്കി. ഇവിടെ തന്നെ നിൽക്കണം, എങ്ങും പോകരുതൊന്നും ഇട്ടിട്ട് പൊരിഞ്ഞു പോകും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. അതെ, നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഞാനിത് എന്താ പറയുക ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ സോഫ്റ്റാണ്. നമ്മുടെ ബണ്ണൊക്കെ സൂപ്പർ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന പോലെ നല്ല വെന്ത് നല്ല സെറ്റപ്പായിട്ട് നല്ല ചൂടോട് ചായയുടെ കൂടെയോ ചൂടായിട്ട് അല്ലാതെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കഴിച്ചോളൂ. കിടിലം ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ എണ്ണയിലൊക്കെ വറുത്തൊക്കെ കഴിക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കിനി അടുത്ത ലഞ്ച് ഉണ്ടാക്കണ്ടേ. ലഞ്ച് ഇന്ന് ഹെൽത്തിയാണ്. ഞാൻ ചോറ് 1 ടീസ്പൂൺ കഷ്ടിച്ച് കഴിക്കുന്നുണ്ടെന്നേ വിചാരിക്കുന്നുള്ളൂ. നമുക്ക് പച്ചക്കറികളാണ് കൂടുതലും. അതിനായിട്ട് ഞാൻ പച്ചക്ക കഴുകി വെള്ളത്തിലൊന്ന് വെച്ച് കാണാനുണ്ടോ, ഇത്രയും കറിയുള്ള പച്ചക്കായ. അതുകൊണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂടെ ചീരയും ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ഈ ചുമന്ന ചീര ഈ ഒരു സമയത്തേ കിട്ടത്തുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ചോറ് ഞാൻ വളരെ കുറച്ച് പേരിന് വേണ്ടി എടുത്തിട്ട്, കാരണം കാർബ് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ കൂടെ മെയിൻലി ഈ 2 ഉപ്പേരി പോലെ വെച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തു. അതിലേക്ക് ഞാൻ നമ്മുടെ സവാള ഒരെണ്ണം, വലിയൊരു ഉള്ളി കേട്ടോ, ജസ്റ്റ് ഒന്ന് പഴറ്റിയിട്ട് നമ്മുടെ ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞാൽ ഒരു ഉപ്പേരി ടൈപ്പാണ്. കുറച്ച് അധികം വെക്കുന്നുണ്ട്. ചോറിനെക്കാട്ടിയും കൂടുതൽ കറിയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും മെയിനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചീര ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാരണം ഇലക്കറികളിലൊക്കെ എപ്പോഴും മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണെന്ന് പറയും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, കുറച്ച് മുളക് പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് മെഴുക്ക് വരട്ടി എടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഒരു ചീര സോട്ട് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഡെയിലി ഇത് ഇത്രയൊന്നും ഇടണ്ട. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഞാൻ പറയില്ല, ഞാൻ കുറച്ച് കൂടുതൽ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഇത്ര ഇട്ടത്. ഒരാൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഇങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടുന്നുണ്ട്. കാരണം മുളക് പൊടിയുടെ എരിവ് അതിനെക്കാട്ടി കുറച്ചും കൂടെ എനിക്ക് വേണമെന്ന് തോന്നി. ചില്ലി ഫ്ലേക്സിന് വേറൊരു ഫ്ലേവറും കിട്ടും, ഒരു ടേസ്റ്റിൽ കുറച്ച് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ആ വെന്ത് വന്ന ചീരയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. കാരണം ചീരയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ചാൽ അത് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് ഡ്രൈ ആക്കി അങ്ങ് എടുക്കാം. ചീര മെഴുക്ക് പുരട്ടി റെഡി. അടുത്തത് നമ്മുടെ കായ ഉപ്പേരി ഒന്ന് വറുത്ത്, അതായത് കടുകും ഉഴുന്നുപരിപ്പും വറ്റൽമുളകും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ കറയൊക്കെ കളഞ്ഞ് വെച്ചേക്കുന്ന കായ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും കൂടെ തളിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. കായൊക്കെ പെട്ടെന്ന് വേകുന്ന സാധനമാണ്. അടച്ച് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വേകും. ഇപ്പം നല്ല കായയും കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് എന്തായാലും വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കായ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്ന് വേകുന്ന സംഭവമാണ് ഈ കായയൊക്കെ. ഉണ്ടോ, കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അടിപൊളിയായിട്ട് ഇതേ സംഭവം വന്നിട്ടുണ്ട്. പിന്നെ ഹങ്കൂന് എന്തെങ്കിലും ഒഴിച്ചേറി പോലെ വേണേ. അവന് ചോറ് എന്തായാലും കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. ഞാൻ ചോറ് വെച്ചു കേട്ടോ. രാക്കേക്കും ചോറ് എന്തായാലും മസ്റ്റായിട്ട് കുറച്ച് കഴിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ്, ഞാൻ കൂടുതൽ ഇങ്ങനെ ഇലക്കറികൾ അല്ലെങ്കിൽ ഈ പച്ചക്കറി കഴിച്ചിട്ട്
ചോറ് കുറച്ച് മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത്രയും വെച്ചത്. അപ്പോൾ നമ്മളൊരു ക്യാരറ്റ് പച്ചടിയോ പുളിശ്ശേരിയോ ഇവിടുത്തുകാരുടെ സ്റ്റൈൽ കേട്ടോ, എണ്ണ വെച്ച് കുറച്ച് ജീരകം പൊട്ടിച്ചിട്ട് ദേ ഈ ഗ്രേറ്റർ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ഫോഴ്സ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ അതേ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിനകത്തോട്ട് നമ്മുടെ എണ്ണ ജീരകം പൊട്ടിച്ചതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞപ്പൊടിയും മുളക് ഇട്ട് ഒന്ന് പച്ച കെടുത്തി തീ ഓഫ് ചെയ്തിട്ട് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു ജസ്റ്റ് എന്താ പറയുക, ഒന്ന് വറുത്തിട്ടതുപോലെ ഒരു മോരുകറി പോലെ, തേങ്ങയൊന്നും അരയ്ക്കാത്ത ഇവിടുത്തുകാരുടെ ഒരു സ്റ്റൈലാട്ടോ, ഒരു റൈത്ത പോലെ ഒരു ക്യാരറ്റ് പുളിശ്ശേരി സ്റ്റൈല്. ഇത് നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പം അങ്കുവിന് ഒരു ഒഴിച്ചുകറിയുമായി നമുക്കും കഴിക്കാം കേട്ടോ. ഒരു ബൗളിൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാരറ്റ് അല്ലേ, ഒരു ദൂഷ്യവും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ലഞ്ച് സെറ്റായി. ചോറ്, കായപ്പേരി, ചീര മെഴുക്കുവരട്ടി, പിന്നെന്താ ക്യാരറ്റ് പുളിശ്ശേരി. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.